ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുറന്ന മുതൽക്കരുള്ള ബസ്സിൽ ലോകത്തിലെ ഏറ്റവും പുരാതന നഗരമായ റോമിലേക്കുള്ള യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ യാത്ര അവസാനിപ്പിച്ചത്, ആദ്യത്തെ പാർട്ട് അവസാനിപ്പിച്ചത് ഡെല്ല റിപ്പബ്ലിക്ക എന്ന റോമിലെ പ്രശസ്തമായ പിയാസയിലാണ്. നമ്മൾ അവിടം തൊട്ടാണ് ഇപ്പം നമ്മൾ തുടങ്ങുന്നത്. റോമിലെ ടെർമിനി സ്റ്റേഷനടുത്തുള്ള വിമിനാൽ കുന്നിൻ്റെ കൊടുമുടിയിൽ വൃത്താകൃതിയിലുള്ള ഒരു പിയാസയാണ് പിയാസ ഡെല്ല റിപ്പബ്ലിക്ക. ട്രീഡോ ഡെൽ ഓപ്പറ മെട്രോ സ്റ്റേഷനാണ് ഇതിന് സേവനം നൽകുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് വരാനും പോകാനും ഒക്കെ ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ നമുക്ക് അടുത്തുള്ള അതാണ്. സ്ക്വയറിൽ നിന്ന് റോമിലെ പ്രധാന തെരുവുകളിലൊന്നായ വിയനാസിയോണൽ ആരംഭിക്കുന്നു. പിയാസയുടെ മുൻ നാമമായ പിയാസ ഡെൽ എസേഡ്ര ഇന്നും വളരെ പ്രശസ്തമാണ്. ഡയക്ലീഷ്യൻ്റെ കുളികളുടെ വലിയ എക്സൈഡറിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇത് പിയാസയ്ക്ക് അതിൻ്റെ ആകൃതി നൽകുന്നു. കർദിനാൾ ജീൻ ഡു ബെല്ലെ നിർമ്മിച്ച പൂന്തോട്ടങ്ങളിൽ ഡയക്ലീഷ്യൻ്റെ കുളികളിൽ അടങ്ങിയിരിക്കുന്ന എക്സെഡ്ര ഉൾപ്പെടുത്തി. 1560കളിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം കർദിനാൾ കാർലോ ബറോമിയോ ഈ ഭൂമി വാങ്ങുകയും ഒടുവിൽ 1579 കർദിനാൾ അലക്സാൻഡ്രോ സ്പോർസയുടെ കൈവശമാവുകയും ചെയ്തു. 1598 1600 ഇടയിൽ എക്സെഡ്ര ഒരു പള്ളിയായി പരിവർത്തനം ചെയ്യപ്പെട്ടു. പിന്നീട് 1885 വിയനാസിയോണലെ ഈ ഘടനയുടെ മധ്യഭാഗം മുറിച്ചു. നമ്മളിപ്പം കണ്ടത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ്. മാലാഖമാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധ മേരി ബെസിലിക്ക ഡി സാന്റാ മരിയ ഡെല്ലി ഏഞ്ചലി ഇ ദെയി മെട്രീരി എന്നാണ് അവിടുത്തെ ഇറ്റാലിയൻ ഭാഷയിൽ ഇത് അറിയപ്പെടുന്നത്. 14ാം നൂറ്റാണ്ടിലെ ഈ ബെസിലിക്ക ഡയക്ലീഷ്യൻ്റെ റോമൻ കുളിമുറികളുടെ അവശിഷ്ടങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. മൈക്കലാഞ്ചലോ രൂപകൽപ്പന ചെയ്ത അതിൻ്റെ ശ്രദ്ധേയമായ ഇൻറ്റീരിയർ പുരാതന റോമൻ കെട്ടിടങ്ങളുടെ വലിയ വലിപ്പത്തിൻ്റെ തെളിവാണ്. റോമിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1563 മുതൽ 1564 വരെ പള്ളിയിൽ പ്രവർത്തിച്ച മൈക്കലാഞ്ചലോയുടെ രൂപകൽപ്പന അടിസ്ഥാനമാക്കിയുള്ളതാണ് നിലവിലെ ബെസിലിക്ക ഓഫ് സെൻറ്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ് ആൻഡ് മാർട്ടിർസ്. ലൂയിഗി വാറൻവിറ്റലി പിന്നീടുള്ള നവീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. 18ാം നൂറ്റാണ്ടിലെ പെയിൻറ്റിങ്ങുകൾ പിയൂസ് നാലാമൻ മാർപ്പാപ്പയുടെ ശവകുടീരം, ക്ലെമന്റ് 11ാമൻ മാർപ്പാപ്പ നിയോഗിച്ച മെറിഡിയൻ ലൈൻസ് സൺട്രിയൽ എന്നിവയാൽ സമ്പന്നമായ മാർബിൾ ഗ്രീക്ക് ക്രോസ് ഇൻറ്റീരിയർ അലങ്കരിച്ചിരിക്കുന്നു. പോളിഷ് ശില്പി ഇഗോർ മിറ്റോരാജ് 2006 ബെസിലിക്കയ്ക്കായി പുതിയ വെങ്കലവാതിലുകളും ജോൺ ദി ബാപ്റ്റിസ്റ്റിൻ്റെ പ്രതിമയും നിർമ്മിച്ചു. റോമിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്ക പോലുള്ള മതപരമായ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ ടൂറുകളിലെ ഒരു ജനപ്രിയ സ്റ്റോപ്പാണ് ഈ ബെസിലിക്ക. നമ്മൾ അവിടുന്ന് ബെസിലിക്കയിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. പുരാതനമായിട്ടുള്ള ടൈപ്പ് കെട്ടിടങ്ങളാണ് കാണുന്നത്. മിക്കവാറും എല്ലാ കെട്ടിടങ്ങൾക്കും ഈ കാണുന്ന പോലെയുള്ള പെയിൻറ്റിങ്ങുകളാണ് ഈ ഭാഗത്തുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഈ ഭാഗങ്ങളിൽ വഴിയിൽ തിരക്ക് കുറവുണ്ട്. നമ്മൾ ഈ മുമ്പിൽ കാണുന്ന പള്ളിയാണ് ബെസിലിക്ക ഓഫ് സാന്താ മരിയ മാഗിയോർ. എസ്കലിൻ കുന്നിൻ്റെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് മേരി മേജർ തുടർന്നുള്ള നവീകരണങ്ങളാൽ റോമിലെ 4 പള്ളികളിൽ പാലിയോ ക്രിസ്ത്യൻ ഘടനകൾ സംരക്ഷിച്ച ഒരേ ഒരു പുരുഷാധിപത്യ ബെസിലിക്കയാണ്. ഐതിഹ്യമനുസരിച്ച് കുട്ടികളില്ലാത്ത ധനികനായ റോമൻ പട്രീഷ്യനായ ജിയോവന്നി തൻ്റെ ഭാര്യയോടൊപ്പം കന്യാമറിയത്തിൻ്റെ ഒരു പള്ളി സമർപ്പിക്കാൻ തീരുമാനിച്ചു. 352 ഓഗസ്റ്റിലെ ഒരു രാത്രിയിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പള്ളി പണിയേണ്ട സ്ഥലം ഒരു അത്ഭുതം കാണിക്കുമെന്ന് പരിസ്ഥിതി കന്യക അവരെ അറിയിച്ചു. ലൈബീരിയസ് മാർപ്പാപ്പയും ഇതേ സ്വപ്നം കണ്ടു. പിറ്റേന്ന് അദ്ദേഹം
എസ്കുലിനേക്ക് പോയി. മഞ്ഞുമൂടിയ കുന്നു കണ്ടു. കെട്ടിടത്തിന്റെ ചുറ്റളവ് മാർപ്പാപ്പ തന്നെ കണ്ടെത്തുകയും പള്ളിക്ക് ധനസഹായം നൽകുകയും ചെയ്തത് ദമ്പതികളായിരുന്നു. ഇന്നും എല്ലാ വർഷത്തെയും പോലെ മഞ്ഞിന്റെ അത്ഭുതം ഓഗസ്റ്റ് 5 ഒരു പ്രത്യേക ആഘോഷത്തോടെ ഇവിടെ അനുസ്മരിക്കുന്നു. ഈ അവസരത്തിൽ ബസിലിക്കയുടെ മുകളിൽ നിന്ന് വെളുത്ത ഇതളുകൾ വായുവിൽ വിടുന്നു. ഇത് ശരിക്കും ഉത്തേജനകവും തീർച്ചയായും കാണേണ്ടതുമായ ഒരു പ്രഭാവമാണ് സൃഷ്ടിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിനും 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിനും ഇടയിൽ മധ്യകാല രൂപമുള്ള ബസിലിക്ക അഗാധമായ മാറ്റങ്ങൾക്ക് വിധേയമായി. സിക്സ്റ്റസ് അഞ്ചാമനും പോൾ അഞ്ചാമനും സിക്സ്റ്റീൻ പൗളിൻ എന്ന് വിളിക്കപ്പെടുന്ന 2 വലിയ വശങ്ങളുള്ള ചാപ്പലുകളും മുൻവശത്തിനടുത്തുള്ള കൊട്ടാരവും സ്ഥാപിച്ചു. 1670-നും 1676-നും ഇടയിൽ കാർലോ റീനാൾഡി അബ്സെ അതിൻ്റെ ഇപ്പോഴത്തെ രൂപത്തിൽ പുനർ രൂപകൽപ്പന ചെയ്തു. പള്ളിയുടെ ഈ പുറയിൽ കാണുന്ന ഈ സ്തൂപം പോലെയുള്ള തന്നെയാണ് സമാധാനത്തിന് നെടുന്നൂടെന്നാണ് അറിയപ്പെടുന്നത്. റോമിലെ സാന്താ മരിയ മാഗ്യോറിൻ്റെ തൂണാണിത്. 14 മീറ്ററും 30 സെൻറ്റിമീറ്ററും ഉയരമുള്ള പ്രൊക്കോണേഷ്യൻ മാർബിളിൻ്റെ കൂറ്റൻ പുല്ലാങ്കുഴൽ കൊരിന്ത്യൻ നിരയാണിത്. 1614 പോൾ വി ബോർഗിസ് മാർപ്പാപ്പയാണ് ഇത് സ്ഥാപിച്ചത്. വിയ മെരുലാനയുടെ മറ്റേ അറ്റത്ത് ഡൊമിനിക്കോ ഫൊണ്ടാന സ്ഥാപിച്ചിരുന്ന സിസ്റ്റൈൻ ബൈലിക്സിന് വിപരീതമായി. ഒരുപക്ഷെ എളിയ ഉത്ഭവത്തിൽ നിന്ന് വന്നിട്ട് റോമിൽ നിരവധി കൃതികളിൽ നിർമ്മിച്ച സിക്സ്റ്റസ് അഞ്ചാമൻ്റെ എതിർവശത്തായിരിക്കും ഇത് സ്ഥാപിച്ചത്. തൂണിൻ്റെ നിർമ്മാണത്തിന് ചുമതല കാർലോ മെഡർണോയ്ക്കായിരുന്നു. അദ്ദേഹം അതിലൊരു മാർബിളും ട്രാവർട്ടൻ അടിത്തറയും സജ്ജീകരിച്ചു. മുകൾ ഭാഗം കോണുകളിൽ കഴുകന്മാരും വെങ്കലത്തിൽ ചെറുവുള്ള ഡ്രാഗണുകളും കൊണ്ട് അലങ്കരിച്ചു. നമ്മളത് കണ്ടിട്ട് അവിടുന്ന് മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും പള്ളിയുടെ മുൻവശത്തേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. നമ്മൾ പള്ളിയിൽ നിന്ന് കറങ്ങി വരുന്നു. പള്ളിയുടെ ഫ്രണ്ടിൽ വേറൊരു സ്തൂപമുണ്ട്. അതിൻ്റെ മുകളിൽ കുരിശാണ്. നമ്മൾ വലതുവശത്താണെന്ന് നമ്മൾ ആദ്യത്തെ ഇതിനകത്ത് കവർ ചെയ്ത ആ ഒരു ഗ്രൗണ്ടാണ്. ഇതെല്ലാം ഓൾമോസ്റ്റ് കൊളോസിയത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളവിടെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം വഴി സൈഡിൽ നല്ല തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇടതുവശത്ത് കാണുന്ന ആ തൂണുകൾ കാണുന്ന ഒരു ചെറിയ ബിൽഡിങ്ങാണ് പോർട്ടുനസ് ക്ഷേത്രം. ഇറ്റാലിയിലെ റോമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന റോമൻ ക്ഷേത്രമാണ് പോർട്ടുനസ്. ഇറ്റാലിയൻ ടെമ്പിയോ ഡി പോർട്ടുനോ. റോമിലെ ഏറ്റവും പഴക്കം ചെന്ന നദിയുടമായ പോർട്ടസ് ടിബറിനസ്, ടൈബർ നദിക്ക് കുറുകെയുള്ള ഏറ്റവും പഴയ കല്ലുപാലമായ പോൺസ് ഇമിലിയസ് എന്നിവയോട് ചേർന്നുള്ള ഹെർക്കുലീസുമായി ബന്ധപ്പെട്ട റോമൻ കന്നുകാലിച്ചന്തയായ ഫോറം ബോറിയത്തിനടുത്തായാണ് ഇത് നിർമ്മിച്ചത്. കവാടദേവനായ പോർട്ടുനസിനെ സമർപ്പിച്ചതായിരിക്കാം ഇത്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കൂടാതെ മറ്റു നിരവധി ക്ഷേത്രങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്നതിനാൽ കൃത്യമായ സമർപ്പണം വ്യക്തമല്ല. നവോത്ഥാന കാലഘട്ടത്ത് ഫോർട്ടുന വിരിലിസ് ക്ഷേത്രം ലാറ്റിൻ ഭാഷയിൽ ഇത് മാൻലി ലക്ക് എന്ന് തെറ്റായി തിരിച്ചറിയപ്പെട്ടതാണ്. നമ്മളങ്ങോട്ട് പോവാണ്.
ഇവിടെ നമ്മൾ മുന്നേ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 കാലുകൾ അപ്പോളോ സോസിയാനസ് ക്ഷേത്രത്തിൻ്റെ ആണ്. അപ്പോളോ സോസിയാനസ് ക്ഷേത്രം മുമ്പ് അപ്പോളോ മെഡിക്കസിൻ്റെ ക്ഷേത്രമായിരുന്നു. ഇറ്റലിയിലെ റോമിലെ മാർസെല്ലസ് തിയേറ്ററിനും പോർട്ടിക്കസ് ഒക്ടാവിയയ്ക്കും അടുത്തുള്ള ക്യാമ്പസ് മാർഷ്യയിലെ അപ്പോളോയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു റോമൻ ക്ഷേത്രമാണത്. അതിൻ്റെ അവസാന പുനർനിർമ്മാണക്കാരായ ഗിയസ് സോസിയസിൻ്റെ പേരിൽ നിന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ പേര് ഉരുത്തിരിഞ്ഞത്. നമ്മൾ വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ സ്മാരകത്തിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ മുന്നേ കാണുന്ന ആ ഒരു തൂണുകളുള്ളത്. അത് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. വിക്ടർ ഇമ്മാനുവൽ സ്മാരകം രണ്ടാമൻ സ്മാരകത്തിൻ്റെ സൈഡിൽ നിന്നുള്ള അതിൻ്റെ പുറകിലാണ് നേരെ കാണുന്നതാണ് കാപ്പിറ്റലിയിലെ സാന്താ മരിയ ചർച്ച്. ഇറ്റലിയിലെ റോമിലെ റിയോൺ സാന്റ് ആഞ്ചലോയിലെ ഇടുങ്ങിയ പിയാസ ഡി കാപ്പറ്റലിയിലെ കന്യാമരത്തിനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു പള്ളിയാണ്. ഈ കാണുന്നതാണ് വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ സ്മാരകം. 1885 1935 ഇടയിൽ ഇറ്റലിയിലെ റോമിൽ ഏകീകൃത ഇറ്റലിയിലെ ആദ്യത്തെ രാജാവായ വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ്റെ ബഹുമാനാർത്ഥം നിർമ്മിച്ച ഒരു വലിയ ദേശീയ സ്മാരകമാണ് വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ ദേശീയ സ്മാരകം. നമ്മൾ ആ കാണുന്നതാണ് സാന്താ മരിയ ഡി ലോറെറ്റോ റോമിലുള്ളൊരു പള്ളിയാണ്. 16-ാം നൂറ്റാണ്ടിൽ മധ്യ ഇറ്റലിയിലെ റോമിൽ വിറ്റോറിയോ ഇമ്മാനുവൽ രണ്ടാമൻ്റെ ഭീമൻ സ്മാരകത്തിനടുത്തായി ട്രാജൻസ് കോളത്തിൽ നിന്ന് തെരുവിലേക്ക് എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് സാന്താ മരിയ ഡി ലോറെറ്റോ. നമ്മളവിടെ നിന്ന് മുന്നോട്ട് പോരുകയാണ്. നമ്മളിവിടെ ഒന്നും ഇറങ്ങിയില്ല. നമുക്ക് ഈ ഹോപ്പ് ബസ്സിൽ യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റോപ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഇറങ്ങി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട്, അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിനുള്ള ഒരു ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിൽ ഈ വണ്ടികൾ ഇങ്ങനെ ഇടവിട്ട് അവിടുത്തെ ട്രാഫിക് അനുസരിച്ച് നല്ല യാത്രക്കാരുണ്ടെങ്കിൽ ചിലയിടത്ത് 15 മിനിറ്റ് ആയിരിക്കും, ചിലത് 20 മിനിറ്റ് ആയിരിക്കും, ചിലയിടത്ത് 10 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ ഈ കമ്പനിയുടെ അതും പാരലായിട്ട് പല കമ്പനികൾ ഓടിക്കുന്നുണ്ട്. നമ്മൾ ഏത് കമ്പനിയുടെയാണോ എടുക്കുന്നത് അവരുടെ വണ്ടികൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഈ പർട്ടിക്കുലർ റൂട്ടിലൂടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഇറങ്ങി ആ ഭാഗത്ത് കണ്ട് അത് കഴിഞ്ഞിട്ട് ആ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത കമ്പനിയുടെ അടുത്ത വണ്ടി വരും. അത് കയറി അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുക, അവിടുത്തെ കാഴ്ചകൾ കാണുക, പിന്നെയും കയറുക. അങ്ങനെ ഒരു ദിവസത്തെ ഹാഫ് ഡേ അല്ലെങ്കിൽ ഫുൾ ഡേ അല്ലെങ്കിൽ 2 days അങ്ങനെയുള്ള പാസുകളാണ് കൂടുതൽ നമുക്ക് ടിക്കറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മിക്കവാറും 1 day ആയിരിക്കും മിനിമം, പിന്നെ ഉള്ളത് 2 ദിവസത്തെയൊക്കെ ആയിരിക്കും. അത് കൂടുതലും പാരീസിലൊക്കെ 2 ദിവസത്തെ ഉണ്ട്, അവിടെ കൂടുതലും കാണാനുള്ളതുകൊണ്ടായിരിക്കാം. ഇവിടെയും കാണും 2 ദിവസത്തെ. നമ്മൾ 1 ദിവസത്തെ പാസ് നമ്മൾ എടുത്തുള്ളൂ. എല്ലായിടവും കാണണമെങ്കിൽ ഇറങ്ങിക്കയറി കാണണമെങ്കിൽ നമ്മൾ അങ്ങനെ ആണെങ്കിൽ കൂടുതൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾക്ക് സമയമില്ലായിരുന്നു. നമുക്ക് വൈകുന്നേരത്തെ ട്രെയിന് ഇവിടുന്ന് നേരെ പാതുവ പോകണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ സമയം കൊണ്ട് തീരത്തക്ക രീതിയിലുള്ളൊരു യാത്രയെ പ്ലാൻ ചെയ്തുള്ളൂ. ഒരു സ്ഥലത്തും ഇറങ്ങിയില്ല. നമ്മൾ വത്തിക്കാനിൽ ഇറങ്ങി അവിടെ കാഴ്ചകളെല്ലാം കണ്ടു, അവിടെ നടന്നു, അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ റോം നഗരത്തിലൂടെയുള്ള യാത്ര നമ്മൾ ഈ ബസ്സിലൂടെയാണ് നടന്നത്. പിന്നെ നമ്മൾ താമസിക്കുന്ന അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ റോം ടെർമിനി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കണ്ട, അതുപോലെ ആദ്യത്തെ ഭാഗത്ത് കണ്ട നമ്മൾ ഇന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് ആ ടെർമിനി സ്റ്റേഷൻ്റെ അടുത്തതാണ്. ആ ഭാഗത്തേക്ക് വന്നിട്ട് വേണം നമുക്ക് ട്രെയിനിന് പോകാൻ വേണ്ടി. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ഒരു മാർക്കോ മിഖെറ്റിയുടെ സ്മാരകമാണ് വലതുവശത്ത് കാണുന്നത്. രാഷ്ട്രതന്ത്രജ്ഞനായ മാർക്കോ മിഖെറ്റിക്ക് 1818 തുടങ്ങി 1886 വരെ സമർപ്പിച്ച ഒരു സ്മാരക പ്രതിമയാണ് മാർക്കോ മിഖെറ്റിയുടെ സ്മാരകം. ഇറ്റലിയിലെ റോമിലെ പിയാസ സാൻ പാൻട്രാലിയിൽ ഇമ്മാനുവലിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറഞ്ഞ 2 തവണയെങ്കിലും പ്രധാനമന്ത്രിയായി ഇറ്റലി രാജ്യത്ത് സേവനമനുഷ്ഠിച്ച മിൻഗെറ്റി കോൺഗ്രസിൽ നിരവധി വർഷങ്ങൾ പ്രധാനമായും കൂടുതൽ യഥാസ്ഥിതി വിഭാഗങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചർച്ചകളിൽ പ്രധാനമായും ഇറ്റാലിയൻ ഉപദ്വീപിനെ പാപ്പാരാജ്യങ്ങളും വെനീസും ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രമായി ഏകീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു.
നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. എല്ലാം ബിൽഡിങ്ങുകളും അതിൻ്റെ കളറും ഡിസൈനും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിമാണ്. അതൊരു വേറൊരു ചെറിയ പള്ളിയുടെ താഴത്തെ ഭാഗമാണ്, പ്രവേശന കവാടവും കാര്യങ്ങളുമാണ്. അതുപോലെ നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്നല്ല നമ്മുടെ ചാനലിന് ഒരു വളർച്ച കിട്ടണമെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിയാലേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഓഡിയോസൊക്കെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അടുത്തടുത്ത വീഡിയോകളിലൊക്കെ ബെറ്റർ ആക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് എത്താൻ പോവുകയാണ്. അവിടെ ആ 2 മാലാഖമാരുടെ ചിറകളിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഇത് ഏതാണ്ട് വത്തിക്കാനോട് അടുത്തുള്ള സ്ഥലമാണ്. ഇവിടുത്തെ പാലങ്ങളിലും ഒക്കെയുള്ള ഇങ്ങനെയുള്ള ഈ രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഈ പാലത്തിലുണ്ട് നിറയെ പ്രതിമകളും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ നമ്മൾ കയറിയ അത് അടുത്ത പാലമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ കയറിയ. അതിൻ്റെ വലതുവശത്താണ് ഇവിടുത്തെ നമ്മുടെ സ്റ്റോപ്പ്. നമ്മൾ തിരിച്ചെത്തുകയാണ്. അങ്ങനെ നമ്മൾ വത്തിക്കാനോട് വിട പറയുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.